ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഫെഡറൽ സമീപനത്തെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങളാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന തദ്ദേശ ദിനാഘോഷം കൊട്ടാരക്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഫെഡറൽ സമീപനത്തെ നിർഭാഗ്യവശാൽ അട്ടിമറിക്കുന്ന ചില പ്രവർത്തനങ്ങളാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഭരണഘടനയിൽ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള പല വിഷയങ്ങളിലും യൂണിയൻ ഗവൺമെൻറ് കടന്നു കയറുകയാണ്. ചിലതിൽ നിയമനിർമ്മാണം നടത്തുകയാണ്. അതൊരു ഭാഗം. അതോടൊപ്പം സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ഭദ്രത അട്ടിമറിക്കും വിധത്തിൽ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഫിസ്ക്കൽ ഫെഡറലിസത്തിൽ കൈകടത്തുകയുമാണ്. ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള പല വിഷയങ്ങളിലും കേന്ദ്ര സർക്കാർ കടന്നുകയറുകയും നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുന്നു. ഫിസ്ക്കൽ ഫെഡറലിസത്തിൽ കൈകടത്തി സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ഭദ്രത അട്ടിമറിക്കുന്ന വിധത്തിൽ രാജ്യത്തിന്റെ വരുമാനത്തിന്റെ ഭൂരിഭാഗവും യൂണിയൻ സർക്കാരിൽ കേന്ദ്രീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നു. മറുവശത്ത് ഭരണഘടനാ വിരുദ്ധമായ ഇത്തരം നീക്കങ്ങൾക്കെതിരെ കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും ഇപ്പോൾ പ്രതിഷേധത്തിന്റെ പാതയിലാണ്. പദ്ധതി ചെലവുകളുടെ ഭൂരിഭാഗവും സംസ്ഥാനങ്ങൾ വഹിക്കേണ്ടി വരികയും നികുതി വരുമാനത്തിന്റെ ഭൂരിഭാഗവും കേന്ദ്രത്തിന് ലഭിക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ രീതി. ഇത് സംസ്ഥാനങ്ങളെ സാരമായി ബാധിക്കുന്നു. ഇന്ത്യൻ ജനസംഖ്യയുടെ 2.5% ജനസംഖ്യയുള്ള കേരളത്തിന് ലഭിക്കുന്ന നികുതി വിഹിതം കേവലം 1.92% മാത്രമാണ്. ജനസംഖ്യാ നിയന്ത്രണം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി കേരളത്തിനുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിക്കേണ്ട ഗ്രാൻറ്റും കേരളത്തിന് കൃത്യമായി ലഭിക്കാത്ത സ്ഥിതിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ചില തദ്ദേശ സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് സേവനങ്ങൾ നിഷേധിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചടങ്ങിൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മികവിനുള്ള പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി സമ്മാനിച്ചു. മന്ത്രി MP രാജേഷ് അധ്യക്ഷനായിരുന്നു. മന്ത്രി KN ബാലഗോപാൽ, MLA മാർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.